നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഗെയിം ഓഫ് ചെസ് വീണ്ടും അരങ്ങിലെത്തിയപ്പോൾ അത് ശേഷാദ്രി മാഷിനുള്ള ശിഷ്യരുടെ സ്നേഹാഞ്ജലിയായി മാറി. ശേഷാദ്രിയുടെ ഓർമ്മദിനത്തിൽ കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാൾ വേദിയായത് വൈവിധ്യമാർന്ന കലാ സംഗീത പരിപാടികൾക്ക്. നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ മരണസംഖ്യ 6 5 പേർ ഇനിയും തീവ്ര പരിചരണ വിഭാഗത്തിൽ. പൊള്ളലേറ്റവരുടെ തുടർ ചികിത്സ വഴിമുട്ടുന്നു. മാണിയാട്ടെ തിങ്ങി നിറഞ്ഞ നാടകാസ്വാദകരെ കണ്ടതിൽ സന്തോഷം പങ്കുവെച്ച് സിനിമാ താരം ജോജു ജോർജ്. ഇത് തന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമെന്ന് താരം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സംസ്ഥാന വിദ്യാഭ്യാസ ജാഥയ്ക്ക് കാസർഗോഡ് തുടക്കമായി. ഡോക്ടർ അനിൽ ചേലമ്പ്ര ജാഥ ഉദ്ഘാടനം ചെയ്തു. ലെൻസ്ഫെഡ് കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ശനിയാഴ്ച. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. മഞ്ചേശ്വരം കുണ്ടുകൊളക്കെ ബീച്ചിന്റെ സമുദ്ര സൗന്ദര്യം ഇനി ഇരുന്നാസ്വദിക്കാം. ബീച്ചിൽ ഇരിപ്പിടങ്ങൾ സ്ഥാപിച്ചു. വാർത്തകൾ വിശദമായി. പ്രൊഫസർ PK ശേഷാദ്രിക്ക് 16ാം ഓർമ്മദിനത്തിൽ സ്മരണാഞ്ജലിയൊരുക്കി ശിഷ്യന്മാരുടെ കൂട്ടായ്മ. കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ അനുസ്മരണ ചടങ്ങും ഡോക്യുമെന്ററി പ്രദർശനവും നാടകാവതരണവും ഗാനമേളയും ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികളോടെയാണ് ശിഷ്യന്മാരുടെ കൂട്ടായ്മയായ ശേഷാദ്രിയൻസ് പ്രിയ ഗുരുനാഥന് സ്മരണാഞ്ജലി ഒരുക്കിയത്. വിവിധ മേഖലകളിലെ നിരവധി പ്രമുഖർ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ദീർഘകാലം പ്രൊഫസറായിരുന്ന, കാസർഗോഡിന്റെ വിദ്യാഭ്യാസ രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ പ്രിയ ഗുരുനാഥൻ PK ശേഷാദ്രിക്ക് നൂറുകണക്കിന് ശിഷ്യർ ചേർന്ന് 16ാം ചരമവാർഷിക ദിനത്തിൽ കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ സ്നേഹാഞ്ജലിയായി നൽകിയ ആദരം അപൂർവ വിരുന്നായി മാറി. സംഗീതവും നാടകവും ഡോക്യുമെന്ററി പ്രദർശനവും അനുസ്മരണ പ്രഭാഷണങ്ങളും ഉൾപ്പെടെയുള്ള പരിപാടികളോടെയാണ് ശിഷ്യന്മാരുടെ കൂട്ടായ്മയായ ശേഷാദ്രിയൻസ് സ്മരണാഞ്ജലി ഒരുക്കിയത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉന്നത ശ്രേണികളിൽ സേവനമനുഷ്ഠിക്കുന്നവരും വിരമിച്ചവരുമായ പ്രഗത്ഭരായ ശിഷ്യർ പരിപാടിയിൽ പങ്കെടുത്തു. അനുസ്മരണ സമ്മേളനമാണ് ആദ്യം നടന്നത്. പ്രൊഫസർ C. താരാനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. He is always acknowledged by all the students as a person who taught Shakespearean plays in an inimitable way. And in fact, he has become a byword for the Shakespeare drama. He is a byword in Kasaragod for English language also. The people of Kasaragod, when they speak about English language, they definitely quote Professor Sheshadri. And when they speak of Shakespeare, they speak of Professor Sheshadri. NA നെല്ലിക്കുന്ന് MLA, CH കുഞ്ഞമ്പു MLA, ഡോക്ടർ ഖാദർ മാങ്ങാട്, ഡോക്ടർ അംബികാസുധൻ മാങ്ങാട്, രത്നാകരൻ മാങ്ങാട്, പ്രൊഫസർ സാഹിറ റഹ്മാൻ, ശേഷാദ്രിയുടെ മകൻ കൃഷ്ണകുമാർ, വെങ്കിടേഷ് രാമകൃഷ്ണൻ, പ്രൊഫസർ അലിയാർ കുഞ്ഞ് എന്നിവർ സംസാരിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് പറയുന്നത് PK ശേഷാദ്രി എന്ന വലിയ പണ്ഡിതൻ്റെ ഇംഗ്ലീഷ് അധ്യാപകൻ്റെ ശിഷ്യനാകാൻ കഴിഞ്ഞു എന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. ശേഷാദ്രി മാഷെ പോലുള്ള കുറേ അധ്യാപകന്മാർ നമുക്ക് പ്രിയപ്പെട്ടവരായി. അതുകൊണ്ട് ഞാൻ എല്ലാവരുടെ പേരും പറയുന്നില്ല. വ്യക്തിപരമായി വിദ്യാർത്ഥികളോട്, തൻ്റെ ശിഷ്യന്മാരോട് വലിയ സ്നേഹവായ്പോടുകൂടി പെരുമാറിയ ഒരധ്യാപകനായിരുന്നു അദ്ദേഹം. ശിവപ്പനായിക്ക് കെട്ടിയ കോട്ട അധികാര ദൂർത്തിൻ്റെ പര്യായമായി പലരും വിശേഷിപ്പിക്കുമ്പോൾ, ശേഷാദ്രി മാഷുണ്ടാക്കിയ കോട്ട സ്നേഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും കോട്ടയാണ്. അദ്ദേഹം നമ്മുടെ മനസ്സിനെ ആ കോട്ടക്കകത്ത് പിടിച്ചിരുത്തി അദ്ദേഹം നമ്മളെല്ലാം അദ്ദേഹത്തിൻ്റെ അടിമയാക്കി. എല്ലാം കാലം കൊണ്ടുപോകും, ഒന്നും അവശേഷിക്കുകയില്ല. കാലപ്രവാഹത്തിൻ്റെ അനർഗളമായ ആ കാലപ്രവാഹത്തിൽ, അനവരതമായ ആ കാലപ്രവാഹത്തിൽ സർവ്വതും ഒലിച്ചു പോകും, ഒരു സംശയവുമില്ല. പക്ഷെ ചില മനുഷ്യർ, ചില വലിയ മനുഷ്യർ കരിമ്പനകൾ പോലെ കാലാതീതരായിട്ട് ഉയർന്നു നിൽക്കും. ആ വലിയ മനുഷ്യന് മുന്നിൽ താഴ്മയോടുകൂടി തലകുനിച്ച് നിൽക്കുന്നു. പഴയ 2-3 നൂറ്റാണ്ട് മുമ്പുള്ള
ഏറ്റവും മഹാനായ ഷേക്സ്പിയർ നടനായ എഡ്മണ്ട് കീനിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ അഭിനയത്തെക്കുറിച്ച് പറയാറുള്ളത് മിന്നൽ വെളിച്ചത്തിൽ ഷേക്സ്പിയർ വായിക്കുന്നത് പോലെയാണ് എന്നാണ്. ഞങ്ങൾ വിദ്യാർത്ഥികളുടെ എഡ്മണ്ട് കീൻ മാത്രമല്ല, AC ബ്രാഡ്ലിയും ശേഷാദ്രി സാറായിരുന്നു. There is this word compassion that I always associate with Professor Sheshadri. He was not just a teacher. Technically, he could have been a teacher, but he was a great human being. Apart from all that have been spoken about him till now, let me tell you, he was an extremely compassionate father, a very loving, a very caring father. I've been living through his memories all these years till today, and it will continue till my last moment. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 42 വർഷത്തിന് ശേഷം വീണ്ടും ശേഷാദ്രിയൻസ് ഇവിടെ കൂടുകയും ശേഷാദ്രി മാഷിനെ ഓർമ്മ പുതുക്കുകയും അദ്ദേഹം സംവിധാനം ചെയ്ത ഗെയിം ഓഫ് ചെസ് എന്ന് പറയുന്ന നാടകത്തിൻ്റെ ഭാഗമായി തന്നെ ഇങ്ങനെയൊരു കൂട്ടായ്മ ഒരുക്കുകയും ചെയ്യുമ്പോൾ കാസർഗോട്ടുകാർ, ശേഷാദ്രി മാഷിൻ്റെ വിദ്യാർത്ഥികൾ അവർ തിരിച്ചറിയുകയാണ് വാട്ട് വി മേ ബി എന്നുള്ളത് തന്നെയാണ് വാട്ട് വി ആർ എന്ന്. ഇതുപോലെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് വിലമതിക്കാനാവാത്ത ഒരു സന്ദർഭമായി ഞാൻ കാണുകയാണ്. പലപ്പോഴും പലരും ഇത്തരത്തിൽ മെനക്കെട്ട് ഇതുപോലെ ഒന്നും സംഘടിപ്പിക്കാൻ താല്പര്യം കാണിക്കുകയില്ല. നിശ്ചയമായും കാസർഗോഡിലെ ജനങ്ങൾ ശേഷാദ്രി മാഷിന് നൽകുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ടായി ഞാനിതിനെ കാണുന്നു. അദ്ദേഹത്തെ ഓർമ്മിക്കുവാനും ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇവിടെ വരാനും നിരവധിയായ പഴയ വിദ്യാർത്ഥികളെയും പഴയ ചില സുഹൃത്തുക്കളെയും കാണുവാനും ഓർമ്മ പുതുക്കുവാനും കഴിയുന്നൊരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. സംഘാടക സമിതി ജനറൽ കൺവീനർ KP അസീസ് സ്വാഗതവും ദിനേശ് നന്ദിയും പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ KM ഹനീഫിനെ ശേഷാദ്രി മാഷിന്റെ മക്കളായ കൃഷ്ണകുമാറും ഇന്ദുവും ചേർന്ന് പൊന്നാട അണിയിച്ച് ആദരിച്ചു. മികച്ച വിദ്യാർത്ഥികൾക്ക് പ്രൊഫസർ PK ശേഷാദ്രിയുടെ പേരിൽ എൻഡോമെന്റ് കമ്മിറ്റി നൽകി വരുന്ന എൻഡോമെന്റുകളും കൈമാറി. ചടങ്ങിൽ ബാര ഭാസ്കരൻ, വേണു കണ്ണൻ, ഷാഫി A നെല്ലിക്കുന്ന് എന്നിവർ വരച്ച ശേഷാദ്രിയുടെ ഛായാചിത്രം മക്കൾക്ക് കൈമാറി. പ്രൊഫസർ PK ശേഷാദ്രിയെക്കുറിച്ചുള്ള KM ഹനീഫ് നിർമ്മിച്ച് സണ്ണി ജോസഫ് സംവിധാനം ചെയ്ത തിലോദകം എന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. ശ്രീലത ഇബ്രാഹിം, വിപിൻ ദാസ്, PV ശ്രീനാഥ്, വിസ്മയ K ചന്ദ്രശേഖരൻ, ജയരാജ് കോട്ടക്കനി എന്നിവർ അണിനിരന്ന ഗാനമേള പരിപാടിയെ സംഗീത സാന്ദ്രമാക്കി. ശേഷാദ്രി മാഷ് 40 വർഷം മുമ്പ് സംവിധാനം ചെയ്ത് സർവകലാശാല കലോത്സവത്തിൽ അവതരിപ്പിച്ച് കയ്യടി നേടിയ ഗെയിം ഓഫ് ചെസ് നാടകവും അരങ്ങേറി. പഴയ അഭിനേതാക്കൾ ഉൾപ്പെടെയുള്ളവർ നാടകത്തിൽ വീണ്ടും കഥാപാത്രങ്ങളായി എത്തി. വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ സർഗാത്മകതയുടെ വേദിയൊരുക്കിയ ശേഷാദ്രിയൻസ് സംഗമം കാസർഗോഡിന് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങൾ സമ്മാനിച്ചാണ് സമാപിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഗെയിം ഓഫ് ചെസ് വീണ്ടും അരങ്ങിലെത്തിയപ്പോൾ അത് ശേഷാദ്രി മാഷിനുള്ള ശിഷ്യന്മാരുടെ സ്നേഹാഞ്ജലിയായി മാറി. ശേഷാദ്രിയുടെ ഓർമ്മദിനത്തിൽ കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിലെ നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് നാടകാവതരണം നടന്നത്. പഴയ അഭിനേതാക്കൾ ഉൾപ്പെടെയുള്ളവർ നാടകത്തിൽ വീണ്ടും കഥാപാത്രങ്ങളായി എത്തിയപ്പോൾ കാഴ്ചക്കാരായ അന്നത്തെ സഹപാഠികളിലും പുതുതലമുറയിലുള്ളവരിലും കൗതുകം നിറഞ്ഞു. You seem to have lost your cunning, Constantine. Wait. Perhaps upon. പ്രിയ ഗുരുനാഥൻ 40 വർഷം മുൻപ് സംവിധാനം ചെയ്ത സർവകലാശാല കലോത്സവത്തിൽ അവതരിപ്പിച്ച് കയ്യടി നേടിയ ഗെയിം ഓഫ് ചെസ് നാടകം വേദിയിലെത്തിച്ച് അന്നത്തെ വിദ്യാർത്ഥികൾ. പ്രൊഫസർ PK ശേഷാദ്രിയുടെ 16ാം ഓർമ്മദിനത്തിലാണ് ശേഷാദ്രിയൻസ് കൂട്ടായ്മ കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നാടകം വീണ്ടും അരങ്ങിലെത്തിച്ചത്. അന്ന് അഭിനയിച്ചവർ ഉൾപ്പെടെ നാടകത്തിലെ കഥാപാത്രങ്ങളായി എത്തിയപ്പോൾ കാഴ്ചക്കാരായി എത്തിയ അന്നത്തെ സഹപാഠികൾ പഴയ ഓർമ്മകളിലേക്ക് മെഴുതുറന്നു. You are quite certain that your agents made no mistake in the matter of this man, Boris Shamrik? Quite certain, Your Excellency. I begged Your Excellency to have this man under arrest yesterday itself. It's quite certain the entire history of this man is in your hands. In spite of all this, I have granted him a personal interview. I have given explicit orders that he is not to be searched. In short, I must be a fool, eh?
ശേഷാദ്രിയോടൊപ്പം അന്ന് ഈ നാടക സംവിധാനത്തിന് സഹായിച്ച പ്രൊഫസർ സി താരാനാഥാണ് ഇത്തവണ ഈ നാടകത്തിന്റെ സംവിധായകനായി കലാകാരന്മാരെ വേദിയിലെത്തിച്ചത്. അന്ന് ഇതേ നാടകത്തിൽ വേഷമിട്ട മികച്ച നാടക നടനായി പുരസ്കാരം നേടിയ ടി.എ. ഇബ്രാഹിം തന്റെ അപാരമായ അഭിനയ മികവിലൂടെ അലക്സിസ് അലക്സാൻഡ്രോവിച്ചിന്റെ വേഷത്തെ വീണ്ടും ധന്യമാക്കി. So, you are Boris Ivanovich Shambrev, are you? Well. Yeah, I am Boris Ivanovich Shambrev. You found it hard to get at me, did you? Hard to get an interview with Alexis Alexandrovich. Not so hard as I had expected, Your Excellency. Well, what are you waiting for? This man has something important to say to me. He is bashful. He can't speak out before so many people. 1981 തൃശൂരിൽ നടന്ന കോഴിക്കോട് സർവകലാശാല കലോത്സവത്തിൽ മികച്ച നാടകവും മികച്ച നടനുമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദി ഗെയിം ഓഫ് ചെസ്സും ടി.എ. ഇബ്രാഹിമുമായിരുന്നു. ബോറിസ് ഇന്നോവിച്ചായി എത്തിയ വഹാബ് പൊയക്കരയും സദസ്സിന്റെ കയ്യടി നേടി. 1981 കോഴിക്കോട് സർവകലാശാല കലോത്സവത്തിൽ ഇതേ വേഷം ചെയ്തതും വഹാബാണ്. കോൺസ്റ്റന്റീന്റെ വേഷത്തിലെത്തിയ കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാടും ഫൂട്ട്മാന്റെ വേഷത്തിലെത്തിയ ജിയോളജി ജില്ലാ വിഭാഗം മേധാവിയുമായിരുന്ന ഡോക്ടർ അഷ്റഫും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. I saw you drink. You are dying, Excellency. Yes. We drank together, didn't we? And your eyes wasn't off an instant, was it? And you didn't lift your cup until I had drank my last of draft. Did it die? I saw you drink what I drank. Yes. 45 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ഇംഗ്ലീഷ് നാടകം കാസർഗോഡൻ സമൂഹം എങ്ങനെ സ്വീകരിക്കുമെന്ന ചോദ്യങ്ങളെയെല്ലാം ആസ്ഥാനത്താക്കിയാണ് ദ ഗെയിം ഓഫ് ചെസ് ശ്വാസം അടക്കിപ്പിടിച്ച് തിങ്ങി നിറഞ്ഞ സദസ്സ് ആസ്വദിച്ചത്. പുതുമ മാറാത്ത പ്രമേയവും മികച്ച അഭിനയ മികവും കണ്ട് ആശ്ചര്യപ്പെട്ടിരുന്ന സദസ്സ് നാടകം അവസാനിക്കരുതേ എന്ന് കൊതിച്ചുപോയ നിമിഷങ്ങളുമുണ്ടായിരുന്നു. നാടകത്തിന്റെ സാങ്കേതിക സഹായം അനന്തകൃഷ്ണൻ GS-ഉം അശ്വത് മുത്തപ്പനും ചേർന്ന് നിർവഹിച്ചു. വെങ്കിടേഷ് രാമകൃഷ്ണനായിരുന്നു സ്റ്റേജ് മാസ്റ്റർ. ശേഷാദ്രിക്ക് സ്മരണാഞ്ജലിയായി ശിഷ്യർ അവതരിപ്പിച്ച ഈ നാടകം അക്ഷരാർത്ഥത്തിൽ ഒരു ഗുരുനാഥിനുള്ള ഏറ്റവും മഹത്തായ ഗുരുദക്ഷിണയായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നത് ഇനി 5 പേർ. മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇവർ ചികിത്സയിലുള്ളത്. അപകടത്തിൽ പൊള്ളലേറ്റ നീലേശ്വരം തേറുവയൽ സ്വദേശി PC പത്മനാഭൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു. ഇതോടെ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം 6 പൊള്ളലേറ്റവരുടെ ചികിത്സാ ചിലവ് സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും വ്യക്തമായ നിർദ്ദേശങ്ങളില്ലാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. നാടിനെ നടുക്കിയ നീലേശ്വരം വെടിക്കെട്ട് ദുരന്തത്തിൽ 5 പേർ കൂടി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുന്നു. മംഗളൂരു AJ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഈ 5 പേരും ചികിത്സയിലുള്ളത്. ഇവരുൾപ്പെടെ വിവിധ ആശുപത്രികളിലായി ആകെ 37 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. അപകടത്തിൽ പൊള്ളലേറ്റ നീലേശ്വരം തേർവയൽ സ്വദേശി PC പത്മനാഭൻ ഇന്നലെ മരണപ്പെട്ടിരുന്നു. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയവെയായിരുന്നു മരണം. ഇതോടെ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം 6 ജില്ലാ ബാങ്കിൻ്റെ റിട്ടയേർഡ് സീനിയർ മാനേജരായിരുന്നു മരണപ്പെട്ട പത്മനാഭൻ. MT ഭാർഗവിയാണ് ഭാര്യ. റോജൻ, രഞ്ജിത്ത് ബാബു എന്നിവർ മക്കളും വീണ, ശ്രീയുക്ത എന്നിവർ മരുമക്കളുമാണ്. കഴിഞ്ഞ മാസം 29 പുലർച്ചെയാണ് നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വീരർക്കാവ് ക്ഷേത്ര കളിയാട്ടത്തിനിടെ പടക്ക ശേഖരത്തിന് തീപിടിച്ച് അപകടമുണ്ടായത്. മൂവാളംകുഴി ചാമുണ്ടി തെയ്യത്തിൻ്റെ വെള്ളാട്ടം പുറപ്പാട് സമയത്ത് പടക്കം പൊട്ടിച്ചപ്പോൾ തീപ്പൊരി പടക്കം സൂക്ഷിച്ച കെട്ടിടത്തിലേക്ക് വീഴുകയും പൊട്ടിത്തെറിക്കുകയുമായിരുന്നു. അപകടത്തിൽ 150-ലേറെ പേർക്കാണ് പൊള്ളലേറ്റത്. അപകടം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടും പൊള്ളലേറ്റ സാധാരണക്കാരുടെ തുടർ ചികിത്സയും ജീവിതവും വഴിമുട്ടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങിയ ശേഷമുള്ള തുടർ ചികിത്സയ്ക്കുള്ള ചിലവ് താങ്ങുവാൻ കഴിയാതെ പ്രയാസപ്പെടുകയാണ് ഒട്ടേറെ കുടുംബങ്ങൾ. പൊള്ളലേറ്റവരുടെ ചികിത്സാ ചെലവ് ഏറ്റെടുത്ത സർക്കാർ മരിച്ചവരുടെ കുടുംബത്തിന് 4 ലക്ഷം രൂപ സഹായധനവും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ തുടർ ചികിത്സാ ചെലവ് സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശമില്ലാത്തതിനാൽ ആശുപത്രികൾ ഇവരിൽ നിന്നും പണം ഈടാക്കുകയാണ്. അന്നന്ന് ജോലി ചെയ്ത് ലഭിക്കുന്ന വരുമാനത്തിൽ ജീവിക്കുന്ന കുടുംബത്തിൽപ്പെട്ടവർക്ക് ആശുപത്രി ചിലവ് വലിയ ബാധ്യതയായി മാറുകയാണ്. അതിനാൽ തന്നെ വിഷയത്തിൽ അധികൃതരുടെ ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാണ്.
വെടിക്കെട്ട് അപകടത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിച്ചു വരുന്നുണ്ട്. സംഘാടകരായ 9 പേർക്കെതിരെ വധശ്രമക്കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ട്. ഉത്സവ നടത്തിപ്പുകാരുടെ അലംഭാവമാണ് അപകടത്തിന് മുഖ്യ കാരണമെന്നാണ് FIRലുള്ളത്. കേസിലെ എല്ലാ പ്രതികളുടെയും ജാമ്യം കഴിഞ്ഞ ദിവസം ജില്ലാ സെഷൻസ് കോടതി റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ടെലിവിഷൻ റിമോട്ടും മൊബൈൽ ഫോണും പോലും മക്കൾ എടുത്തു തരുന്നതിന് ആശ്രയിക്കുന്ന തനിക്ക് ഇത്ര ദൂരം നടന്നു വന്ന് മാണിയാട്ട് നാടക മത്സരത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കേണ്ടി വന്നത് ആദ്യാനുഭവമാണെന്ന് സിനിമാ താരം ജോജു ജോർജ്. പക്ഷേ തിങ്ങി നിറഞ്ഞ നാടകാസ്വാദകരെ കാണുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് മാറിയതായും അദ്ദേഹം പറഞ്ഞു. നാടകാചാര്യൻ NN പിള്ളയുടെ സ്മരണയ്ക്കായി മാണിയാട്ട് കോറസ് കലാസമിതി ജനകീയ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിക്കുകയായിരുന്നു ജോജു ജോർജ്. ഗ്രാമങ്ങളിൽ നിന്ന് പോയി മറഞ്ഞ കൂട്ടായ്മ തിരിച്ചു പിടിച്ചതാണ് മാണിയാട്ട് നാടകം കാണാൻ ആയിരങ്ങൾ ദിവസങ്ങളോളം എത്തുന്നതിന്റെ അടിസ്ഥാന കാരണമെന്നും ജോജു ജോർജ് പറഞ്ഞു. ഈ സ്നേഹത്തോടു കൂടി തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കാണാൻ തന്നെ ഭംഗിയാണ്. എല്ലാവരും ഇത്രയും ആളുകൾ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ നിന്നില്ല, കാര്യങ്ങളൊക്കെ എല്ലാം നടക്കണ്ട. പക്ഷെ അങ്ങനെ ഒരു കൂട്ടുത്തരവാദിത്തത്തോടു കൂടി ചേരുന്നത് അത് ഒരുപാട് പേർക്ക് ഗുണമാവും തീർച്ചയായിട്ടും. കാരണം അങ്ങനെ ഗുണമായിട്ടുള്ള ഒരാളാണ് ഞാൻ. 11ാമത് NN പിള്ള സ്മാരക സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരം ഫോക്ലോർ അക്കാദമി സെക്രട്ടറി AV അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ ഉദിനൂർ ബാലഗോപാലൻ അധ്യക്ഷത വഹിച്ചു. നടൻ ജോജു ജോർജ് മുഖ്യാതിഥിയായിരുന്നു. നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള NN പിള്ള സ്മാരക അവാർഡ് പയ്യന്നൂർ മുരളി ഏറ്റുവാങ്ങി. സിനിമാ നടൻ ബോബി കുര്യൻ, E കുഞ്ഞിരാമൻ, PP കുഞ്ഞികൃഷ്ണൻ, PP പ്രസന്നകുമാരി, K മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. 22-ന് സമാപന ചടങ്ങിൽ കലാഭവൻ ഷാജോൺ പുരസ്കാരം ഏറ്റുവാങ്ങും. 8 നാടക മത്സരങ്ങളും NN പിള്ളയുടെ കണക്ക് ചെമ്പകരാമൻ പ്രദർശന നാടകമായി കോറസ് കലാസമിതി അവതരിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സംസ്ഥാന വിദ്യാഭ്യാസ ജാഥയ്ക്ക് കാസർഗോട്ട് തുടക്കമായി. തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്നീ ആശയങ്ങളിലൂന്നി നടത്തുന്ന വാഹന ജാഥ 10-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ഡോക്ടർ അനിൽ ചേലാമ്പ്ര ജാഥ ഉദ്ഘാടനം ചെയ്തു. തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്നീ ആശയങ്ങളിലൂന്നി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തുന്ന സംസ്ഥാന വിദ്യാഭ്യാസ ജാഥയ്ക്ക് കാസർകോട്ട് തുടക്കമായി. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ജാഥ ഡോക്ടർ അനിൽ ചേലേമ്പ്ര ഉദ്ഘാടനം ചെയ്തു. പുതിയ പാഠ്യപദ്ധതി നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ എങ്ങനെയാണ് ഈ പൊതുസമൂഹവും ഇവിടുത്തെ മാധ്യമങ്ങളും ഒക്കെ പ്രതികരിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. ഇംഗ്ലീഷ് മീഡിയം എന്നൊരു സിനിമ അതിനെ കളിയാക്കിക്കൊണ്ട്, പരിഹസിച്ചുകൊണ്ട്, അതിൻ്റെ ഒരു പാരഡി നിർമ്മിച്ചുകൊണ്ട് പുറത്തിറങ്ങിയതും നമ്മൾ കണ്ടതാണ്. സിനിമ എന്ന് പറയുന്നത് കേവലം ആസ്വദിക്കാനുള്ള ഒരു കലാസക്തിയല്ല, അതൊരു സമൂഹത്തിൻ്റെ അബോധമാണ്. അതുകൊണ്ട് സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ അത് അവതരിപ്പിക്കപ്പെടുമ്പോഴും അതൊരു ജനതയുടെ അബോധമാണ് എന്ന് നാം മനസ്സിലാക്കാം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ പതാക കൈമാറി. KSSP സംസ്ഥാന പ്രസിഡന്റ് TK മീരാബായി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി PV ദിവാകരൻ സ്വാഗതം പറഞ്ഞു. ഡോക്ടർ TP കലാധരൻ വിഷയാവതരണം നടത്തി. പ്രവിശ PN, ഭാനുപ്രകാശ് K, പ്രതീഷ് KG, KV രാഘവൻ, പ്രണവ് K, ഡോക്ടർ P പ്രഭാകരൻ, ഡോക്ടർ KV സജീവൻ, ഡോക്ടർ ആസിഫ് ഇക്ബാൽ കാക്കശ്ശേരി, വിനയൻ കല്ലത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് പരിഷത്ത് ഗായക സംഘത്തിന്റെ പ്രതിരോധത്തിന്റെ പാട്ടുകൾ അരങ്ങേറി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആരംഭിച്ച ജനകീയ വിദ്യാഭ്യാസ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് വാഹനജാഥ നടത്തുന്നത്. ഡിസംബർ 10-ന് തിരുവനന്തപുരത്ത് ജാഥ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലൈസൻസഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ലെൻസ്ഫെഡ് കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ശനിയാഴ്ച കളനാട്ട് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ലെൻസ്ഫെഡ് ജില്ലാ കൺവെൻഷൻ കളനാട് കൺവെൻഷൻ സെന്ററിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പരിപാടിയുടെ ഭാഗമായി എഡ്യൂക്കേഷൻ എൻഡോവ്മെന്റ് അവാർഡ് വിതരണവും നടക്കുമെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ലെൻസ്ഫെഡിൻ്റെ 14ാമത് ജില്ലാ കൺവെൻഷനാണ് നാളെ നമ്മുടെ
കളനാട് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുന്നത്. ഈ കൺവെൻഷൻ നടക്കുമ്പോൾ ജില്ലയിലെ 20 യൂണിറ്റ് കൺവെൻഷനുകളും 5 ഏരിയ കൺവെൻഷനുകളും വളരെ ഭംഗിയായി നടന്നുകൊണ്ട് 14ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള സംസ്ഥാന കൺവെൻഷന് മുന്നോടിയായിട്ടുള്ള ജില്ലാ കൺവെൻഷനാണ് നാളെ നടക്കപ്പെടുന്നത്. ഈ കൺവെൻഷനിൽ നമ്മുടെ ജില്ലയിലെ MP MLA മാരായ CH കുഞ്ഞമ്പു, അതോടൊപ്പം NA നെല്ലിക്കുന്ന്, അതോടൊപ്പം ഉദുമ പഞ്ചായത്ത് പ്രസിഡൻറ്റും ചെമ്മനാട് പഞ്ചായത്ത് പ്രസിഡൻറ്റും കാസർഗോഡ് ജില്ലാ ജോയിൻറ്റ് ഡയറക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥ ജനപ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. ലെൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് CV വിനോദ് കുമാർ, സെക്രട്ടറി അനിൽകുമാർ MP, ട്രഷറർ മുഹമ്മദ് റാഷിദ്, സ്വാഗത സംഘം ചെയർമാൻ P രാജൻ, കൺവീനർ നിയാസ് അഹമ്മദ്, സംസ്ഥാന കമ്മിറ്റി അംഗം M വിജയൻ, ഉദയകുമാർ, A ദിവാകരൻ, അബ്ദുൽ ലത്തീഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം കുണ്ടുകൊളക്കെ ബീച്ചിൽ സമുദ്ര സൗന്ദര്യം ആസ്വദിക്കുന്നതിനായി എത്തുന്നവർക്ക് ഇരിക്കുവാനായുള്ള ഇരിപ്പിടങ്ങൾ സ്ഥാപിച്ചു. AKM അഷ്റഫ് MLA ഉദ്ഘാടനം ചെയ്തു. ബീച്ചിലെത്തുന്നവർക്ക് വിശ്രമിക്കുവാനും ഫോട്ടോഷൂട്ട് നടത്തുവാനും മറ്റുമുള്ള സൗകര്യമാണ് ഇതുവഴി സാധ്യമായിരിക്കുന്നത്. മഞ്ചേശ്വരം കുണ്ടുകൊളക്കെ ബീച്ചിൽ സമുദ്ര സൗന്ദര്യം ആസ്വദിക്കുന്നതിനായി എത്തുന്നവർക്ക് ഇരിപ്പിടങ്ങൾ ഒരുങ്ങി. AKM അഷ്റഫ് MLA ഇരിപ്പിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരത്തിൻ്റെ വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത് എല്ലാ ജനങ്ങൾക്കും ഒത്തുകൂടാൻ നമുക്കൊരു പാർക്കില്ല, നമുക്കൊരു ബീച്ചില്ല, നമുക്കൊരു സൗകര്യമില്ല. അതിനെ ഒരു പരിഹാരം കാണണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിസരത്തേക്ക് 1 കോടി ബേരിക്ക ബീച്ചിലേക്ക് ബജറ്റിൽ നീക്കിവെച്ചതിൻ്റെ വലിയ പ്രയാസമെന്ന് പറയുന്നത് CRZന്റെ നോംസ് ആൻഡ് കണ്ടീഷൻസ് മറികടന്നതിന് ശേഷം മാത്രമേ ഡിസൈനും ടെൻഡറൊക്കെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. പഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേറോ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദിഖ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യാദവ് ബഡാജെ, രാധ, സാമൂഹിക പ്രവർത്തകൻ ഇല്യാസ് തുമിനാട്, പഞ്ചായത്ത് അംഗങ്ങൾ, നാട്ടിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, പ്രദേശവാസികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. വാർഡ് അംഗം മുംതാസ് സമീറയുടെ നേതൃത്വത്തിൽ ബീച്ച് പരിസരം കൂടുതൽ മനോഹരമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാരികൾക്ക് വിശ്രമിക്കാനും ഫോട്ടോഷൂട്ട് നടത്താനും മറ്റുമുള്ള സൗകര്യമാണ് ഇതിലൂടെ സാധ്യമായിരിക്കുന്നത്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. നാടിനെ പ്രഭാപൂരിതമാക്കി കാർത്തിക പൗർണമി. ഹൊസ്ദുർഗ് ലക്ഷ്മി വെങ്കടേശ ക്ഷേത്രത്തിൽ നിന്നും ദേവവിഗ്രഹവുമായി പല്ലക്കെഴുന്നള്ളത്ത് നടന്നു. കാർത്തിക മാസത്തിലെ പൗർണമി നാളിൽ നടക്കുന്ന കാർത്തിക ദീപോത്സവത്തിന് തിരിതെളിഞ്ഞു. നാടിനെ പ്രഭാമയമാക്കുന്ന ദീപോത്സവത്തിന്റെ ഭാഗമായി ദേവവിഗ്രഹം വഹിച്ചുള്ള വെള്ളിപ്പല്ലക്കെഴുന്നള്ളത്ത് ഹൊസ്ദുർഗ് ലക്ഷ്മി വെങ്കടേശ ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ മേലാങ്കോട്ടെത്തി. നാലു മാസത്തെ യോഗനിദ്രയിൽ നിന്നുണർന്ന് ഭഗവാൻ മഹാവിഷ്ണു പള്ളിവേട്ടയ്ക്ക് വനത്തിൽ പോകുന്നുവെന്നാണ് സങ്കല്പം. മേലാങ്കോട്ടുള്ള ക്ഷേത്രവളപ്പാണ് വനമായി സങ്കല്പിക്കുന്നത്. ധാത്രി ഹവനം, പഞ്ചാമൃത, ഇളനീർ അഭിഷേകം എന്നിവ നടന്നു. തുടർന്ന് നടന്ന ഉച്ചപൂജയ്ക്ക് 100 കണക്കിന് ഭക്തജനങ്ങൾ ഭഗവാനെ തൊഴാനെത്തി. മടിയൻ രാധാകൃഷ്ണമാരാർ പ്രമാണിയായി തായമ്പക അരങ്ങേറി. ഉച്ചപൂജ കഴിഞ്ഞ് അന്നപ്രസാദ വിതരണവും നടന്നു. വനഭോജനമെന്നാണ് ഇതറിയപ്പെടുന്നത്. അമ്പഴങ്ങയും നെല്ലിക്കയും ചേർത്ത താളുകറി വനഭോജനത്തിൽ വിശേഷ വിഭവമാണ്. വനത്തിൽ വെച്ച് നടക്കുന്ന സങ്കല്പമായതുകൊണ്ട് നിലത്തിരുന്നാണ് അന്നപ്രസാദം കഴിക്കുന്നത്. ശനിയാഴ്ച പുലർച്ചെ തിരിച്ചെഴുന്നള്ളത്ത് ലക്ഷ്മി വെങ്കടേശ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. നീലേശ്വരം വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന കാർത്തിക ദീപോത്സവത്തിന് കരിമരുന്ന് പ്രയോഗം തീർത്തും ഒഴിവാക്കിയതായി ലക്ഷ്മി വെങ്കടേശ ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി H ഗോകുൽദാസ് കാമത്ത് പറഞ്ഞു. ശനിയാഴ്ച പുലർച്ചെ തിരിച്ചെഴുന്നള്ളത്ത് ലക്ഷ്മി വെങ്കടേശ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. അവഭൃത സ്നാനം എന്ന ക്ഷേത്രകുളത്തിലെ ആറാട്ട് കഴിഞ്ഞാൽ ദേവന് പള്ളി വിശ്രമമാണ്. വൈകിട്ട് നടക്കുന്ന ശ്രീകൃഷ്ണ സത്യഭാമ സംവാദത്തോടെ ദീപോത്സവത്തിന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഉപ്പളയിൽ ആരംഭിക്കുന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഡയാലിസിസ് സെന്ററായ ഷെയ്ഖ് സായിദ് ഡയാലിസിസ് കേന്ദ്രത്തിന് തറക്കല്ലിട്ടു. AKM അഷ്റഫ് MLAയും NA നെല്ലിക്കുന്നി MLAയും ചേർന്നാണ് തറക്കല്ലിട്ടത്. 60 മെഷീനുകളോടുകൂടി 2 ലക്ഷം ചതുരശ്ര അടിയിൽ 1.5 ഏക്കറിലായാണ് ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിക്കുക. ഉപ്പളയിൽ ആരംഭിക്കുന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ സൗജന്യ ഡയാലിസിസ് കേന്ദ്രമായ ഷെയ്ഖ് സായിദ് ഡയാലിസിസ് കേന്ദ്രത്തിന് AKM അഷ്റഫ് MLAയും NA നെല്ലിക്കുന്ന് MLAയും ചേർന്ന് തറക്കല്ലിട്ടു. കേരളത്തിലെ തന്നെ
ഏറ്റവും നല്ല ഒരു ഡയാലിസിസ് സെന്റർ 40-ലധികം മെഷീനുകൾ ഇവിടെ നമ്മൾ സ്ഥാപിക്കാൻ പോകുന്നു എന്നാണ് അറിഞ്ഞത്. അപ്പോൾ 40 അല്ല 400 ഉണ്ട് എങ്കിലും അത് അധികമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരുടെയും സഹകരണത്തോടെ പിന്തുണയോടെ തീർച്ചയായും നമുക്ക് ഇതിനെ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ട്രസ്റ്റ് ബോർഡ് മെമ്പർ കൂക്കൾ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. കൊണ്ടേവൂർ മഠാധിപതി യോഗാനന്ദ സരസ്വതി സ്വാമി, റവറന്റ് ഫാദർ എഡ്വിൻ ഫ്രാൻസിസ് പിൻഡോ, സയ്യിദ് ഹാദി തങ്ങൾ എന്നിവർ അനുഗ്രഹ ಪ್ರಭಾಷಣ നടത്തി. ಒಳ್ಳೆಯ ಉಪಯೋಗ ಆಗುವಂತೆ ಅಂತಹ ಸಮಸ್ಯೆಗೆ ಸಿಕ್ಕಿ ಹಾಕೊಂಡವರಿಗೆ ಬೇಗದಲ್ಲಿ ಇದರ ಬಳಕೆಯಾಗುವಂತಹ ಭಾಗ್ಯ ದೇವರು ಬೇಗದಲ್ಲಿ ಅನುಗ್ರಹಿಸಿಕೊಳ್ಳಿ ಅಂದರೆ ಈ ಕಾರ್ಯವನ್ನ ಪೂರ್ಣಗೊಳಿಸಲಿಕ್ಕೆ ದೇವರು ಅನುಗ್ರಹಿಸಲಿ ಅಂತ ನಾವು ಪ್ರಾರ್ಥಿಸ್ತೇವೆ. ಇನ್ನು ಇಂತಹ ರೋಗಗಳು ಬಾರದಂತೆ ನಮ್ಮ ಊರನ್ನ ನಾವು ಸ್ವಚ್ಛವಾಗಿ ಇಟ್ಟುಕೊಳ್ಳೋಣ, ಆರೋಗ್ಯವಂತ ಪರಿಸರವನ್ನು ಕಟ್ಟಿ ಬೆಳೆಸೋಣ. മുൻ നാവികസേന കമാൻഡർ പ്രസന്ന ഇടയില്ലം, ഇന്ത്യൻ ടെന്നീസ് കോച്ച് ബാലചന്ദ്രൻ, മാനേജിംഗ് ട്രസ്റ്റി ഇർഫാന ഇക്ബാൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റുബീന, അസീസ് മരിക്കെ, രതീഷ് കുണ്ടംകുഴി, ഹർഷാദ് വോർക്കാടി, ഖയ്യും മാന്യ, എബി കുട്ടിയാനം, ജബ്ബാർ പള്ളം, മെഹ്മൂദ് കൈക്കമ്പ, സത്യൻ സി ഉപ്പള, മെമ്പർമാരായ റഹ്മത്ത്, സുഹറ, റഷീദ തുടങ്ങിയവർ സംസാരിച്ചു. 60 മെഷീനുകളുമായി 2 ലക്ഷം ചതുരശ്ര അടിയിൽ 1.5 ഏക്കറിലായി പ്രവർത്തനം ആരംഭിക്കുന്ന സെന്ററിന്റെ നിർമ്മാണ പ്രവർത്തനം ജനുവരി മാസം ആരംഭിക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ശിശുദിനത്തിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് കെ.വി. കുമാരൻ മാസ്റ്ററെ ആദരിച്ച് കാസർഗോഡ് ചിന്മയ വിദ്യാലയ യുവജനോത്സവത്തിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ സമ്മാന വിതരണം നടത്തി. +2 വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഷോർട്ട് ഫിലിം പ്രദർശനവും നടന്നു. കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൽ വിവിധ പരിപാടികളോടെ ശിശുദിനം വിപുലമായി ആഘോഷിച്ചു. ഇതിനോടനുബന്ധിച്ച് മുതിർന്ന അധ്യാപകനും കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സാഹിത്യ സംഭാവന പുരസ്കാര ജേതാവുമായ കെ.വി. കുമാരൻ മാസ്റ്ററെ ആദരിച്ചു. ചിന്മയ മിഷൻ കേരള ഘടകം മേധാവി സ്വാമി വിവിക്താനന്ദ സരസ്വതി കുമാരൻ മാസ്റ്ററെ പൊന്നാട അണിയിച്ചു. The lack of knowledge. That is why you are in the school. So at home the mother starts your education, the father starts. So slowly the ignorance is removed at home, in the school, and in the college. Okay. So ignorance is slowly removed. വിദ്യാലയ സെക്രട്ടറി ബ്രഹ്മചാരിണി ദിശ ചൈതന്യ, ചിന്മയ മിഷൻ കാസർഗോഡ് ഘടകം സെക്രട്ടറി കെ ബാലചന്ദ്രൻ, പ്രസിഡന്റ് എ.കെ. നായർ, വിദ്യാലയ പ്രിൻസിപ്പൽ സുനിൽകുമാർ കെ.സി, വൈസ് പ്രിൻസിപ്പൽ പ്രശാന്ത് ബി, പ്രഥമാധ്യാപകരായ പൂർണിമ എസ്.ആർ, സിന്ധു ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാലയ യുവജനോത്സവത്തിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനവും വിതരണം ചെയ്തു. തുടർന്ന് +2 വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഷോർട്ട് ഫിലിം പ്രദർശനവും നടന്നു. അധ്യാപകർ കലാപരിപാടികൾ അവതരിപ്പിച്ചത് വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെർക്കള CM മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ ഹൃദയാലയം കാത്ത് ലാബ് ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. 24 മണിക്കൂറും കാർഡിയോളജിസ്റ്റിന്റെ സേവനം ലഭിക്കുന്ന AI സംവിധാനമുള്ള അതിനൂതനമായ കാത്ത് ലാബാണ് ഹൃദയാലയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ചെർക്കള CM മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ 24 മണിക്കൂറും കാർഡിയോളജിസ്റ്റിന്റെ സേവനം ലഭിക്കുന്ന AI സംവിധാനമുള്ള അതിനൂതന കാത്ത് ലാബായ ഹൃദയാലയം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ഇതൊരു ലാഭേച്ഛയുടെ അടിസ്ഥാനത്തിലല്ല ഉണ്ടാക്കുന്നതെന്ന് നേരത്തെ തന്നെ ഞങ്ങളോടൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ചികിത്സാ സൗകര്യങ്ങൾ ഏറെയുണ്ട്, പക്ഷേ അതൊക്കെ വളരെ ചിലവേറിയതുമാണ്. പഴയ കാലത്തെ പോലെയല്ല. രോഗം വന്നാലും കുറച്ച് കാലതാമസം ഉണ്ടാവുമെങ്കിലും അത് സുഖപ്പെടും. അതിനുള്ള എല്ലാ ചികിത്സാപരമായിട്ടുള്ള സൗകര്യങ്ങൾ, രീതികൾ അതൊക്കെ തന്നെ ഇന്നത്തെ കാലത്ത് വളരെയേറെ വളർന്നു വന്നിട്ടുണ്ട്.
പക്ഷെ പലപ്പോഴും അത് ചിലവേറിയതുമാണ്. അതേ അവസരത്തിൽ ഇവിടെ അതെല്ലാം സാധാരണക്കാർക്ക് പ്രാപ്യമായ രീതിയിൽ ആ ചികിത്സാ സൗകര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാം എന്നാണ് പ്രിയപ്പെട്ട ഹജീർ നമ്മളൊക്കെ പറഞ്ഞിട്ടുള്ളത്. എൻ എ നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിച്ചു. NA അബൂബക്കർ, ചീഫ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അബ്ദുൽ നവാസ്, CT അഹമ്മദ് അലി, MS തങ്ങൾ ഓലമുണ്ട, ഷംസുദ്ദീൻ പാലക്കി, ഷാനവാസ് പാദൂർ, നാസർ ഫൈസി കൂടത്തായി, മുനീർ ഹാജി കമ്പാർ, റഷീദ് ബിളിഞ്ചം, ഖലീലുദവി, അബ്ദുൽ ഖാദർ മദനി പള്ളങ്കോട്, ശ്രീറാം രാധാകൃഷ്ണൻ, റവറൻഡ് ഫാദർ മാത്യു ബേബി തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 100 മീറ്റർ ഓട്ടത്തിൽ 1ാം സ്ഥാനം നേടിയ അങ്കണിമുഖർ സ്കൂളിലെ നിയാസ് അഹമ്മദിനെ ആശുപത്രി ചെയർമാൻ CM അബ്ദുൽ ഖാദർ ഹാജി ആദരിച്ചു. ഡോക്ടർ മൊയ്തീൻ ജാസറിലെ സ്വാഗതവും പബ്ലിക് റിലേഷൻ ഓഫീസർ B അഷ്റഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദുബായ് KMCCയുടെ ആഭിമുഖ്യത്തിൽ UAE ദേശീയ ദിനാഘോഷം ഡിസംബർ 1 വിപുലമായി ആഘോഷിക്കും. പരിപാടിയുടെ നടത്തിപ്പിനായി 501 അംഗ സ്വാഗത സംഘം കമ്മിറ്റി രൂപീകരിച്ചു. ദുബായ് KMCC ആഭിമുഖ്യത്തിൽ UAE ദേശീയ ദിനാഘോഷം ഡിസംബർ 1 അൽ നാസർ ലിഷർലാൻഡിലെ ഐസ്റിംഗ് ഓഡിറ്റോറിയത്തിൽ നടക്കും. സാംസ്കാരിക സമ്മേളനം, കലാപരിപാടികൾ, ഇശൽ സന്ധ്യ എന്നിങ്ങനെ വിവിധ പരിപാടികളാണ് നടക്കുക. പ്രമുഖ നേതാക്കളും അറബ് പ്രമുഖരും സാമൂഹിക സാംസ്കാരിക രംഗത്തെയും വ്യവസായ വാണിജ്യ മേഖലയിലെയും പ്രമുഖരും ദേശീയ ദിനാഘോഷ ചടങ്ങിൽ അതിഥികളായെത്തും. പരിപാടിയുടെ നടത്തിപ്പിനായി MP ഷംസുദ്ദീൻ ബിൻ മുഹിയുദ്ദീൻ മുഖ്യരക്ഷാധികാരിയായും ഡോക്ടർ അൻവർ അമീൻ ചെയർമാനും യഹിയ തളങ്കര ജനറൽ കൺവീനറും പൊട്ടങ്കണ്ടി ഇസ്മായിൽ ട്രഷററും ഇസ്മായിൽ ഏറാമല, റയീസ് തലശ്ശേരി എന്നിവർ കോർഡിനേറ്റർമാരുമായി 501 അംഗ സ്വാഗത സംഘം കമ്മിറ്റി രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദുബായ് KMCC ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കും. ക്യാമ്പിന്റെ വിജയകരമായ നടത്തിപ്പിനായി ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നു. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ UAEയുടെ 53ാം ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഡിസംബർ 2 ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കും. ദുബായ് ബ്ലഡ് ഡൊണേഷൻ സെന്ററിൽ കൈൻഡ്നസ് ബ്ലഡ് ഡൊണേഷൻ ടീമുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ക്യാമ്പ് വിജയിപ്പിക്കുന്നതിനായി മണ്ഡലം, മുനിസിപ്പൽ പഞ്ചായത്ത് തലങ്ങളിൽ കോർഡിനേറ്റർമാരെ നിയമിച്ചതായും ഏറ്റവും കൂടുതൽ അംഗങ്ങളെ പങ്കെടുപ്പിക്കുന്ന മുനിസിപ്പൽ, പഞ്ചായത്ത്, മണ്ഡലം കമ്മിറ്റികളെ പ്രശംസാപത്രം നൽകി അനുമോദിക്കുമെന്നും ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ജില്ലാ ഭാരവാഹികളായ സലാം തട്ടഞ്ചേരി, CH നൂറുദ്ദീൻ, ഇസ്മായിൽ നാലാംവാതുക്കൽ, സുബൈർ അബ്ദുള്ള, റഫീഖ് പടന്ന, മൊയ്തീൻ അബ്ബ, KP അബ്ബാസ്, ഹനീഫ് ബാവാനഗർ, സുനീർ NP, ഫൈസൽ മൊഹസിൻ തളങ്കര, CA ബഷീർ, PD നൂറുദ്ദീൻ, അഷ്റഫ് ബായാർ, സുബൈർ കുബണൂർ, റഫീഖ് കാടങ്കോട്, സിദ്ദീഖ് ചൌക്കി, ബഷീർ പാറപ്പള്ളി, ആസിഫ് ഹൊസങ്കടി തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 68ാമത് ദേശീയ സ്കൂൾ ഗെയിംസ് തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ മിന്നുന്ന വിജയം കരസ്ഥമാക്കി രാവണീശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി വൈഗ ഷൈജു. കേരളത്തിനു വേണ്ടി വെങ്കല മെഡൽ സ്വന്തമാക്കിയ വൈഗ ഷൈജുവിന് ഉജ്ജ്വല സ്വീകരണം നൽകി നാട്. നവംബർ 8 മുതൽ 12 വരെ തീയതികളിൽ മധ്യപ്രദേശിലെ വിദിഷയിൽ നടന്ന നാഷണൽ തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ സബ് ജൂനിയർ പെൺകുട്ടികളുടെ അണ്ടർ 22 കിലോഗ്രാം വിഭാഗത്തിൽ കേരളത്തിനു വേണ്ടി മത്സരിച്ചാണ് വൈഗ ഷൈജു വെങ്കല മെഡൽ കരസ്ഥമാക്കിയത്. രാവണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 8ാം തരം വിദ്യാർത്ഥിനിയായ വൈഗ ഷൈജു മുക്കൂട് സ്വദേശിയായ ഷൈജുവിന്റെയും സൗമ്യയുടെയും മകളാണ്. മിന്നുന്ന നേട്ടം കരസ്ഥമാക്കി നാട്ടിലെത്തിയ വൈഗയ്ക്ക് സ്കൂൾ PTA നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഗംഭീര സ്വീകരണം നൽകി. സ്കൂൾ PTA പ്രസിഡന്റ് P രാധാകൃഷ്ണൻ ഹാരമണിയിച്ചു. സ്കൂൾ അധ്യാപകൻ സതീശൻ മാസ്റ്റർ പൂച്ചെണ്ട് നൽകി. സ്കൂളിനെ പ്രതിനിധീകരിച്ച് കേരളത്തിന് വേണ്ടി ദേശീയ കൗൺസിൽ മെഡൽ നേടാനായതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് വൈഗ പറഞ്ഞു. എനിക്ക് മെഡൽ നേടിയതിൽ അത് സന്തോഷമുണ്ട്. മധുമാഷാണ് എനിക്ക് ട്രെയിനിങ് തന്നത്. എൻ്റെ പേര് വൈഗ ഷൈജു. ഞാൻ രാവണീശ്വരം സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ അച്ഛൻ്റെ പേര് ഷൈജു, അമ്മയുടെ പേര് സൗമ്യ. കലാകായിക രംഗങ്ങളിൽ ഏറെ മികവ് പുലർത്തുന്ന രാവണീശ്വരം സ്കൂളിലേക്ക് ആദ്യമായാണ് ഒരു ദേശീയ മെഡൽ എത്തുന്നത്. ഇതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് PTA പ്രസിഡന്റ് P രാധാകൃഷ്ണൻ പറഞ്ഞു. ഇക്കഴിഞ്ഞ തായ്ക്കൊണ്ട ദേശീയ മത്സരത്തിൽ കാസർഗോഡ് നമ്മുടെ കേരളത്തിന് വേണ്ടി മത്സരിച്ചിട്ടുള്ള വൈഗ ഷൈജു എന്നുള്ള കുട്ടി ബ്രോൺസ് മെഡൽ നേടിയിരിക്കുകയാണ്. പക്ഷേ രാവണീശ്വരം ഗവൺമെൻറ് ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഒരു ദേശീയ മത്സരത്തിൽ മെഡൽ നേടുന്നത്. തീർച്ചയായും ഞങ്ങളുടെ നാടിനും അതുപോലെ തന്നെ സ്കൂളിനും അഭിമാനമായി മാറിയിരിക്കുകയാണ് ഈ വൈഗ ഷൈജുവിന്
എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. സ്കൂൾ SMC ചെയർമാൻ AV പവിത്രൻ, മദർ PTA പ്രസിഡന്റ് ധന്യ അരവിന്ദൻ, അധ്യാപിക ലീമ സെബാസ്റ്റ്യൻ, PTA മെമ്പർമാരായ ശശി ചിറക്കാൽ, അനീഷ് ദീപം, ശശി കാലിച്ചാമരം, ജിതേഷ് കോളിക്കര, പരിശീലകൻ മധു മാസ്റ്റർ എന്നിവരും സംബന്ധിച്ചു. മുക്കൂട് റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രവർത്തകരും വൈഗയെ സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു. ക്ലബിന്റെ നേതൃത്വത്തിൽ പൂച്ചെണ്ട് നൽകിയും ഹാരമണിഞ്ഞും വൈഗയെ സ്വീകരിച്ചു. സബ് ജൂനിയർ വിഭാഗത്തിൽ ദേശീയതലത്തിൽ തൈക്കൊണ്ട വിഭാഗത്തിൽ മത്സരിച്ച നമ്മുടെ നാടിൻ്റെ അഭിമാനമായ വൈഗ ഷൈജുവിന് റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു സ്വീകരണം നൽകിയിരിക്കുകയാണ്. ഈ മെഡലിന് അർഹമായ നമ്മുടെ പൊന്നോമന വൈഗ ഷൈജുവിന് എല്ലാവിധ അഭിനന്ദനങ്ങളും റെഡ് സ്റ്റാർ ക്ലബിൻ്റെ വക നേരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കടലാക്രമണം രൂക്ഷമായ പ്രദേശങ്ങളിൽ സുരക്ഷാ കടൽഭിത്തി നിർമ്മിച്ച് തീരദേശവാസികളുടെ ആശങ്ക പരിഹരിക്കണമെന്ന് CPIM ഉദുമ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. പൊതുസമ്മേളനം ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഗതാഗതക്കുരുക്ക് നിത്യസംഭവമായ പാലക്കുന്ന്, കോട്ടിക്കുളം, ഉദുമ എന്നിവിടങ്ങളിൽ റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുക, കടലാക്രമണം രൂക്ഷമായ പ്രദേശങ്ങളിൽ സുരക്ഷാ കടൽഭിത്തി നിർമ്മിക്കുക, കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിലെ കുഴികൾ നികത്തി ഗതാഗതയോഗ്യമാക്കുക, ഉദുമ തുണിമില്ലിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തി അമിത വൈദ്യുതി ബിൽ ഒഴിവാക്കാൻ സോളാർ പാനൽ സ്ഥാപിക്കുക, പള്ളിക്കര, കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷനുകൾ അടിസ്ഥാന സൗകര്യം വികസനപ്പെടുത്തി ദീർഘദൂര ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുക, കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷനിലെ റിസർവേഷൻ സൗകര്യം പുനഃസ്ഥാപിക്കുക, തൊഴിലുറപ്പ് പദ്ധതിയിൽ നെൽകൃഷി മേഖലയെ ഉൾപ്പെടുത്തുക തുടങ്ങിയ പ്രമേയങ്ങൾ സമ്മേളനം ഉന്നയിച്ചു. പാലക്കുന്ന് മീൻ മാർക്കറ്റ് പരിസരം കേന്ദ്രീകരിച്ച് സംഘടിപ്പിച്ച റെഡ് വളണ്ടിയർ മാർച്ചിലും പൊതുപ്രകടനത്തിലും ആയിരങ്ങൾ അണിനിരന്നു. ഉദുമ P. രാഘവൻ നഗറിൽ നടന്ന പൊതുസമ്മേളനം ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി മധു മുതിയേക്കാൽ അധ്യക്ഷനായി. നാസർ കോളായി പ്രഭാഷണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം CH കുഞ്ഞമ്പു MLA, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV കുഞ്ഞിരാമൻ, VK രാജൻ, VV രമേശൻ, M. സുമതി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ K. കുഞ്ഞിരാമൻ, K. മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. അജിയൻ പനയാൽ ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ K. സന്തോഷ് സ്വാഗതവും ചന്ദ്രൻ കൊക്കാൽ നന്ദിയും പറഞ്ഞു. മധു മുതിയക്കാലിനെ ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. 21 അംഗ കമ്മിറ്റിയെയാണ് സമ്മേളനം തെരഞ്ഞെടുത്തത്. 23 പേരെ ജില്ലാ സമ്മേളന പ്രതിനിധികളായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ഉദുമ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗെയിം ഓഫ് ചെസ് വീണ്ടും അരങ്ങിലെത്തിയപ്പോൾ അത് ശേഷാദ്രി മാഷിനുള്ള ശിഷ്യരുടെ സ്നേഹാഞ്ജലിയായി മാറി. ശേഷാദ്രിയുടെ ഓർമ്മദിനത്തിൽ കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാൾ വേദിയായത് വൈവിധ്യമാർന്ന കലാ സംഗീത പരിപാടികൾക്ക്. നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ മരണസംഖ്യ 6 5 പേർ ഇനിയും തീവ്ര പരിചരണ വിഭാഗത്തിൽ. പൊള്ളലേറ്റവരുടെ തുടർ ചികിത്സ വഴിമുട്ടുന്നു. മാണിയാട്ടെ തിങ്ങി നിറഞ്ഞ നാടകാസ്വാദകരെ കണ്ടതിൽ സന്തോഷം പങ്കുവെച്ച് സിനിമാ താരം ജോജു ജോർജ്. ഇത് തന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമെന്ന് താരം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സംസ്ഥാന വിദ്യാഭ്യാസ ജാഥയ്ക്ക് കാസർഗോഡ് തുടക്കമായി. ഡോക്ടർ അനിൽ ചേലമ്പ്ര ജാഥ ഉദ്ഘാടനം ചെയ്തു. ലെൻസ്ഫെഡ് കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ശനിയാഴ്ച. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. മഞ്ചേശ്വരം കുണ്ടുകൊളക്കെ ബീച്ചിന്റെ സമുദ്ര സൗന്ദര്യം ഇനി ഇരുന്നാസ്വദിക്കാം. ബീച്ചിൽ ഇരിപ്പിടങ്ങൾ സ്ഥാപിച്ചു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.